ഹലോ, നമ്മളപ്പോൾ ഇന്ന് ജോമെട്രി ആൻഡ് മെൻസുറേഷൻ്റെ ഒരു പ്രോബ്ലമാണ് ചെയ്യാൻ പോകുന്നത്. ഇത് കാറ്റ്, IP മാറ്റിനും പ്ലേസ്മെൻറ്റിനും SSCക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ്. എല്ലാവരും ചാനൽ ലേൺ വിത്ത് സ്കിപ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ചോദ്യത്തിലേക്ക് കിടക്കാം. There is a rectangular plot of dimensions 50 meter by 30 meter. Two trenches of width 5 meter and depth 1.5 meter are dug, one along the entire length and the other along the entire breadth. The mud dug out is spread uniformly on the remaining part of the plot. What is the increase in the height of the remaining part of the plot? എന്നാണ് ചോദ്യം. അതായത് ഒരു റെക്ടാംഗുലർ പ്ലോട്ട് ഉണ്ട്. അതിൻ്റെ ഡയഗ്രാമാണ് ഈ വരച്ചിട്ടുള്ളത്. റെക്ടാംഗുലർ പ്ലോട്ടിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 50 മീറ്റേഴ്സ് ബൈ 30 മീറ്റേഴ്സ് ആണ്. ഓക്കെ, ഇത് 50, ഇത് 30. ഓക്കെ, ഇനി പറയുന്നത് രണ്ട് ട്രെഞ്ച് ഉണ്ട്, അതായത് രണ്ട് കുഴി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 5 മീറ്റേഴ്സ് ആണ്, അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 1.5 മീറ്റേഴ്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് മണ്ണെടുത്തിട്ട് ബാക്കി പോർഷനിൽ, ഓക്കെ, ഈ കുഴി ഇല്ലാത്ത ബാക്കി പോർഷനിലേക്ക് ഈ മണ്ണെടുത്തിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തോരം ലെവൽ റൈസായി എന്നാണ്, ഹൈറ്റ് റൈസായി ഈ പ്ലോട്ടിൻ്റെ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഈ കുഴി എടുത്തിട്ടുണ്ട് എങ്കിൽ ഈ കുഴിയുടെ വോള്യൂം ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തോരം മണ്ണ് പുറത്തേക്ക് എടുത്തു എന്നാണ് എങ്ങനെ അറിയുക? അത് വോള്യൂം ആണ്. ഓക്കെ, വോള്യൂം എന്ന് പറയുന്നത് ആ വോള്യൂം ഇസ് ഈക്വൽ ടു ബാക്കി ഏരിയയിൽ എന്തോരം ഹൈറ്റ് ഇൻക്രീസ് ആയി. അപ്പോൾ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്, ബാക്കി ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് ഈ പിറ്റിൻ്റെ വോള്യൂം എന്ന് പറഞ്ഞ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ റെക്ടാംഗുലർ പ്ലോട്ടിൻ്റെ, വലിയ റെക്ടാംഗുലർ പ്ലോട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയ ഓഫ് വലിയ റെക്ടാംഗുലർ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 by 30 ആണ്. അത് 1500 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അടുത്തത് പിറ്റിൻ്റെ ഭാഗത്തിലുള്ള, ഓക്കെ, ആ ട്രെഞ്ചിൻ്റെ ഭാഗത്തിലുള്ള ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഏരിയ ഓഫ് ഈ ട്രെഞ്ചിൻ്റെ ഭാഗം, ഓക്കെ, അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? അത് എന്ന് പറയുന്നത് 30 × 5 പ്ലസ് 50 × 5 എന്ന് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഈ പോർഷൻ, ഈ മിഡിൽ പോർഷൻ കണ്ടോ, അത് രണ്ട് പ്രാവശ്യം വന്നില്ലേ? 30 × 5 ചെയ്യുമ്പോഴും വരും, 50 × 5 ചെയ്യുമ്പോഴും വരും. ഓക്കെ, അപ്പോൾ ആ മിഡിൽ പോർഷൻ അത് എന്തോരം ഉണ്ടാവും? 5/5 ഉണ്ടാവും അല്ലേ? ആ 5/5 ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ 30/5 പ്ലസ് 50/5 മൈനസ് 5/5 ഒന്ന് ചെയ്ത് കളയണം. ഓക്കെ, എന്ന് വെച്ചാൽ 150 പ്ലസ് 250 മൈനസ് 25. നമുക്കപ്പോൾ ഇപ്പം തന്നെ കിട്ടും 400 മൈനസ് 25 375 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ആ പോർഷൻ കിട്ടി. ഇനി ബാക്കി റിമൈനിങ് ഏരിയയുടെ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, ഏരിയ ഓഫ് റിമൈനിങ് പോർഷൻ, റിമൈനിങ് പ്ലോട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? അതായത് മൊത്തം മൈനസ് 375, 1500 മൈനസ് 375, അത് എത്ര കിട്ടും നമുക്ക്? 1125 മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്ര വോള്യൂം ഓഫ് മഡ് പുറത്തേക്ക് എടുത്തു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്തോരം മണ്ണ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ വോള്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഡിൻ്റെ വോള്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? അതെന്ന് പറയുന്നത് ഈ ഏരിയ ഓഫ് ദ പിറ്റ്, ഈ ഏരിയ ഓഫ് ട്രെഞ്ച് ഇൻറ്റു അതിൻ്റെ ഡെപ്ത് ആയിരിക്കും അല്ലേ? അപ്പോൾ ഏരിയ ഓഫ് പിറ്റ് എന്ന് പറയുന്നത് 375 ആണ്, അത് ഇൻറ്റു അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 1.5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 562.5 ആണ്. 562.5 ഇവിടെ മീറ്റർ ക്യൂബ് ആണ് വരിക, വോള്യൂം ആയതുകൊണ്ട്. ഓക്കെ, അടുത്തത് റൈസ് ഇൻ ദ ലെവൽ. ഓക്കെ, എന്തോരം ലെവൽ കൂടി എന്നാണ് അറിയേണ്ടത്. റൈസ് ഇൻ ദ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? അത് ഈ വോള്യൂം ഡിവൈഡഡ് ബൈ, അത് എവിടേക്കാണ് വന്നത്? 562.5 എന്ന് പറയുന്ന വോള്യൂം ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദ റിമൈനിങ് പ്ലോട്ട്. റിമൈനിങ് പ്ലോട്ടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1125 അല്ലേ? അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. 1125ൻ്റെ പകുതിയാണ് 562.5, അതായത് 0.5 മീറ്റേഴ്സ് ആണ്. ഓക്കെ, 0.5 മീറ്റേഴ്സ് ആണ് ഇവിടെ ഹൈറ്റ് കൂടിയിട്ടുള്ളത് റിമൈനിങ് പ്ലോട്ടിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു.